നമസ്കാരം, അസ്സാം വലൈക്കും. ഡയറ്റീഷ്യൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡയറ്റീഷ്യൻ ടീനാസുദ്. എല്ലാവരും ഡയറ്റ് എടുക്കാനായിട്ട് താല്പര്യമുള്ളവരാവില്ലേ? എൻ്റെ ചാനൽ കാണുന്ന മിക്കവരും ഒരു ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പലരും വെയിറ്റ് കുറച്ച് നിർത്താനായിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ടാവും അല്ലേ? അപ്പോൾ അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് വെയിറ്റ് കൂടുന്നത് എന്നതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് ഡയറ്റ് എടുക്കാൻ നോക്കാം. അല്ലാതെ വെറുതെ ഒരു 6 മാസം 7 മാസം ഒക്കെ കണ്ടിന്യൂസ് എടുത്തിട്ടും പലരും പറയുന്ന കേൾക്കാം വെയിറ്റ് കുറയുന്നില്ല എന്ന്. അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. കാരണം നമുക്ക് ആദ്യം റൂട്ട് കോസ് ആണ് അറിയേണ്ടത്. ഒന്നാമതായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ബ്ലഡ് ഒക്കെ ഒന്ന് ആദ്യമേ ടെസ്റ്റ് ചെയ്യുക. TSH ഒന്ന് നോക്കാം. തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ് TSH, അതായത് തൈറോയിഡ് ഉണ്ടോ എന്ന് നോക്കാം. പിന്നെ അതുകൂടാതെ വൈറ്റമിൻ ഡി ത്രീയുടെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ വെയിറ്റ് കുറയാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ വൈറ്റമിൻ D3 നോക്കാം. ലേഡീസ് ആണെങ്കിൽ PCOD ഒന്ന് ചെക്ക് ചെയ്യുക. ഇപ്പോൾ പീരീഡ്സ് ഒക്കെ നിങ്ങൾക്ക് ഇറഗുലർ ആണ്, ഫേസിലൊക്കെ ചെറുതായിട്ട് രോമമൊക്കെ വളരുന്നുണ്ട്, അതുകൂടാതെ ഫേസിലൊക്കെ ചെറിയ ചെറിയ കുരുക്കൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് ഒന്ന് സ്കാൻ ചെയ്യുക. സ്കാൻ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് അറിയാൻ പറ്റും നിങ്ങൾക്ക് PCOD ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഈ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും വെയിറ്റ് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് കൂടുന്നതെന്ന്. എന്നിട്ട് വേണം, ഇപ്പോൾ വൈറ്റമിൻ D3യുടെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അതിൻ്റെ സപ്ലിമെൻ്റ് എടുക്കേണ്ടി വരും. ഡയറ്റിൽ കൂടെ ഡെഫിഷ്യൻസി പരിഹരിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. പ്രിക്കോഷനായിട്ട് ഡയറ്റ് വെച്ചിട്ട് ഡെഫിഷ്യൻസി വരാതിരിക്കാനായിട്ട് നോക്കാൻ സാധിക്കും. പക്ഷേ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും സപ്ലിമെൻറ്റ്സ് യൂസ് ചെയ്യേണ്ടി വരും. ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഇപ്പോൾ വൈറ്റമിൻ D3 ചെക്ക് ചെയ്യുമ്പോൾ ഒരു 10 താഴേക്ക് ഉള്ളവരാണെങ്കിൽ പോലും പറയാറുണ്ട് സപ്ലിമെൻ്റ് എടുക്കേണ്ട ആവശ്യമുണ്ടോ, ഡയറ്റ് നോക്കിയാൽ പോരെ, വെയിൽ കൊണ്ടാൽ പോരെ എന്നൊക്കെ. അതൊന്നും പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നിങ്ങൾ സപ്ലിമെൻ്റ് എടുത്ത് അത് ക്ലിയർ ആക്കാം. എന്നിട്ട് അത് കുറയാതിരിക്കാൻ വേണ്ടി വീണ്ടും നിങ്ങൾക്ക് ഡയറ്റ് ചെയ്യാവുന്നതാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ കാര്യങ്ങൾ ഒന്നാമത്തേതായി ശ്രദ്ധിക്കാം. ഇനി രണ്ടാമത്തേത് ഡയറ്റ് പട്ടിണി കിടന്നുകൊണ്ടുള്ള ഒരു ഡയറ്റ് ഒന്നും അഡ്വൈസബിൾ അല്ല. ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും, പ്രോപ്പറായിട്ട് വെയിറ്റ് കുറയത്തുമില്ല. അപ്പോൾ നിങ്ങൾ ഫുഡൊന്നും കഴിക്കാത്തപ്പോൾ ആദ്യമേ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ബോഡിയിൽ വാട്ടറാണ് ലോസ് ആവുന്നത്. 1 മാസം കൊണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് വെയിറ്റ് കുറഞ്ഞ പോലെ ഫീൽ ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ വെയിറ്റ് കുറയത്തില്ല, സ്ലോ ആയിട്ടായിരിക്കും കുറയുന്നത്. അത് കഴിയുമ്പോൾ വെയിറ്റ് അങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കും. വെയിറ്റ് ലോസ് പ്ലാറ്റു എന്ന് പറയുന്ന കണ്ടീഷൻ വരും. പിന്നെ എത്ര നിങ്ങൾ പട്ടിണി കിടന്നിട്ടും കാര്യം ഉണ്ടാവില്ല. സ്റ്റക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ അങ്ങ് നിൽക്കും. പിന്നെ അതിന് കുറേ ടെക്നിക്സ് ഉണ്ട്, അത് നോക്കണം. പക്ഷേ ഇംപ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ് ചെയ്യുന്നവർക്ക് ഈ ടെക്നിക്കൊന്നും വെയിറ്റ് ലോസ് പ്ലാറ്റു ബ്രേക്ക് ചെയ്യാനായിട്ട് സഹായിക്കുന്നുമില്ല. അപ്പോൾ മനസ്സിലായല്ലോ? ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വെയിറ്റ് ലോസ് ആ ജേർണിയിൽ അതൊക്കെ ഒരു ഹെൽപ്ഫുൾ ആകും. പിന്നെ അതുകൂടാതെ ഡയറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഷുഗർ കംപ്ലീറ്റ് കട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ആഹാര സാധനങ്ങൾ കട്ട് ചെയ്യുക. പിന്നെ രാത്രിയിൽ ഫുഡ് നേരത്തെ ആക്കുക. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ അതുകൂടാതെ ബാക്കിയുള്ള ഭക്ഷണം, ഇപ്പോൾ ചോറ് കംപ്ലീറ്റ് ഒഴിവാക്കണോ, ചപ്പാത്തി കഴിക്കണോ? ചപ്പാത്തി കഴിക്കാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ചപ്പാത്തി ആകുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരു 2 മീഡിയം ചപ്പാത്തിയൊക്കെ അല്ലേ കഴിക്കാൻ പറ്റുള്ളൂ, അതെടുത്ത് വെച്ചാൽ മതിയല്ലോ. അങ്ങനെയല്ല, ചോറ് കഴിക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഓരോ പ്ലേറ്റിനനുസരിച്ച് ചോറ് ചിലപ്പോൾ കൂടുതൽ നമ്മൾ ഇട്ടെന്ന് വരും. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഈ ചോറ് ഒഴിവാക്കാൻ പറയുന്നത്. ഈ ചോറ് നിർബന്ധമുള്ളവർക്ക് കഴിക്കുകയും ചെയ്യാം കേട്ടോ. നിങ്ങൾ അളന്നെടുത്തിട്ട് ഒരു 7 ടേബിൾ സ്പൂൺ അളന്നെടുത്തിട്ട് കഴിക്കുകയാണെങ്കിൽ വലിയ പ്രോബ്ലം ഒന്നുമില്ല. ചോറ് യൂസ് ചെയ്യാം. അതിൻ്റെ കൂടെ വെജിറ്റബിൾസ് ധാരാളം ഉപയോഗിക്കണം. വെജിറ്റബിൾസ് കൂടുതലുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ബോഡിയിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അബ്സോർപ്ഷൻ കുറയ്ക്കാനായിട്ട് അത് സഹായിക്കുന്നതാണ്. അപ്പോൾ വെജിറ്റബിൾസ് കൂടുതലായിട്ട് യൂസ് ചെയ്യാം. ഡിന്നർ നേരത്തെ ആക്കുക. ഡിന്നറാണ് മെയിൻ പ്രശ്നം കേട്ടോ. ഡിന്നർ ലേറ്റ് ആക്കുന്നവർക്ക് വെയിറ്റ് കുറയത്തില്ല, അത് ഞാൻ 100% പറയുകയാണ്. ഡിന്നർ നേരത്തെ ആക്കുക. നിങ്ങൾ എത്ര രാവിലെ പട്ടിണി കിടന്നിട്ടും കാര്യമില്ല, ഡിന്നർ ലേറ്റ് ആക്കുകയാണെങ്കിൽ നിങ്ങളുടെ വെയിറ്റ് കുറയാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അതുകൊണ്ട് ഡിന്നർ ഒരു 6:30 7 കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് വെയിറ്റ് ലോസ് ഉണ്ടാവുന്നതാണ്. ഇനി ഡയറ്റ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല, വർക്കൗട്ട് നിർബന്ധം കേട്ടോ. വർക്കൗട്ട് എന്താ ചെയ്യാൻ പറ്റുന്നത്? വർക്കൗട്ടിന് സമയമില്ല, വർക്കൗട്ട് എത്ര നാൾ ചെയ്യണം, ഇങ്ങനെയുള്ള ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും അല്ലേ? വർക്കൗട്ടിന് ഒരു സമയപരിധിയൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾ ലൈഫ് ലോങ് നോക്കേണ്ടതാണ് വർക്കൗട്ട്. ഇപ്പോൾ ഇന്ന് എൻ്റെ അടുത്തൊരു ക്ലയൻറ്റ് വന്നത് ചോദിച്ചത്, വർക്കൗട്ട് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും വെയിറ്റ് കൂടില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു, സ്റ്റോപ്പ് ചെയ്യാനല്ല വർക്കൗട്ട് പറയുന്നത്. വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിതകാലം മുഴുവൻ തുടരേണ്ട ഒരു കാര്യമാണ്. സാധാരണ എന്താ, നമ്മൾ കുളി നിർത്തുമോ? നമ്മൾ കുളിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നിർത്താറുണ്ടോ? ഒരു 6 മാസം കഴിഞ്ഞോ എന്നാൽ കുളി അങ്ങ് നിർത്തിയേക്കാം എന്ന് വിചാരിക്കാറുണ്ടോ? പല്ല് തേക്കുന്നത് നമ്മൾ നിർത്താറുണ്ടോ?
6 മാസം കഴിഞ്ഞാൽ ഇനി പല്ലൊന്നും എന്ത് തേക്കണ്ട, എന്തിനാ ഇപ്പോൾ പല്ലൊക്കെ തേച്ച് വെളുപ്പിച്ചിട്ട് എന്ത് കാര്യം, പ്രായമായില്ലേ എന്നൊക്കെ നമ്മൾ വിചാരിക്കാറുണ്ടോ? ഇല്ലല്ലോ. അതൊക്കെ ലൈഫ് ലോങ് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് അല്ലേ, നമ്മുടെ ഹൈജീൻ്റെ ഭാഗമായിട്ട്. അതുപോലെ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് വർക്കൗട്ടും. അപ്പോൾ അത് ജീവിതകാലം മുഴുവൻ നമ്മൾ എത്ര കാലം നമുക്ക് ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റുന്നു അത്രയും കാലം നിങ്ങൾ ചെയ്യുക വർക്കൗട്ട്. ഒരു അരമണിക്കൂർ, കൂടുതലൊന്നും വേണമെന്നില്ല. നമ്മുടെ മൊബൈൽ നോക്കിയിരിക്കുന്ന സമയം മതിയല്ലോ, ഒരു ഹാഫ് ആൻ അവർ, ഏത് സമയം എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഇന്നത്തെ കാലത്ത് മോർണിംഗ് വർക്കൗട്ടൊന്നും എല്ലാവർക്കും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, പ്രത്യേകിച്ച് ലേഡീസിന്. അതുകൊണ്ട് ഏത് സമയം വേണമെങ്കിലും നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് ഫുഡ് കഴിച്ചിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് വർക്കൗട്ട് ചെയ്യരുത്. ഭക്ഷണം കഴിച്ചിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും ഒരു ഗ്യാപ്പ് വേണം വർക്കൗട്ട് ചെയ്യാനായിട്ട്. ഡയറ്റായി വർക്കൗട്ടായി ഇനി സ്ലീപ്പാണ്. സ്ലീപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. വെയിറ്റ് കുറയുമ്പോൾ തന്നെ നമുക്ക് ഉറക്കം വന്ന് തുടങ്ങും, അത് ഒന്നാമത്തെ കാര്യമാണ്. ക്വാളിറ്റി ഉള്ള സ്ലീപ്പ് വേണം. ഒരു 5-6 മണിക്കൂറാണ് നിങ്ങൾ ഉറങ്ങുന്നതെങ്കിലും ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് തിരിഞ്ഞു മറിഞ്ഞും കിടന്ന് അങ്ങനെയുള്ള ഉറക്കം അത്ര നല്ലതാവില്ല. നല്ല ക്വാളിറ്റി ഉള്ള സ്ലീപ്പ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. വെള്ളം ധാരാളം കുടിക്കുക. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ അത്യാവശ്യം നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം. ഫ്രൂട്ട് ജ്യൂസ് കുടിക്കുന്നതിനെക്കാട്ടി നല്ലത് ഫ്രൂട്ടായിട്ട് കഴിക്കുന്നതിനാണ് കേട്ടോ. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മതി നിങ്ങളുടെ വെയിറ്റ് കുറയാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ പോർഷൻ കൺട്രോളിൽ ഫുഡ് കഴിക്കുക, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. മമ്മൂക്ക പറഞ്ഞതുപോലെ ഇഷ്ടമുള്ളത് എന്തും കഴിക്കാം, പക്ഷേ ഇഷ്ടം പോലെ കഴിക്കാതിരുന്നാൽ മതി. ഈ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. എല്ലാവരുടെയും വെയിറ്റ് കുറഞ്ഞ് നല്ല സ്ലിം ആൻഡ് ഫിറ്റ് ആയിട്ട് ഇരിക്കുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.